2009 ജൂൺ 25 ലോകം മുഴുവൻ ഒരു വലിയ വാർത്ത കേട്ട് ഞെട്ടിത്തരിക്കുകയാണ്. പോപ്പ് ഗാനങ്ങളുടെ രാജാവായിരുന്ന മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണ വാർത്തയായിരുന്നു അത്. ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം നിശ്ചലമായ ഒരു ദിവസം. എന്നാൽ മൈക്കിൾ ജാക്സന്റെ മരണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ദുരൂഹമായിട്ടുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആരാധകരാള് സ്നേഹിക്കപ്പെട്ടിരുന്ന മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ ഏകനായിട്ട് മാറിയത്? ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഒരു കുട്ടി ജനിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോസഫ് ജാക്സൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇയാള് വളരെയധികം കർക്കശക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കുട്ടിക്കാലം ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും തീർക്കേണ്ട മൈക്കിളിനെയും അതുപോലെ തന്നെ മൈക്കിളിന്റെ ജ്യേഷ്ഠന്മാരെയും ഒക്കെ ചേർത്തിട്ട് ജാക്സൺ 5 എന്ന പേരിൽ അയാള് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു ബാൻഡ് വളർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാൻഡ് വലിയ രീതിയിൽ അറിയപ്പെടാനും അതിൽ നിന്ന് പണം സമ്പാദിക്കാനും ഒക്കെ ആയിട്ട് മൈക്കിളിനെയും തന്റെ സഹോദരങ്ങളെയും ചേർത്തിട്ട് ഒരുപാട് സ്റ്റേജ് ഷോകൾ നടത്തുകയും മണിക്കൂറുകൾ നീണ്ടിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുട്ടിക്കാലം കടന്നുപോയിക്കൊണ്ടിരുന്നത്. യാതൊരു വിധത്തിലുള്ള എന്റർടൈൻമെന്റും ഇല്ലാതെ പൂർണ്ണമായിട്ട് ജോസഫ് ജാക്സൺ എന്ന് പറയുന്ന തന്റെ അച്ഛന്റെ സെൽഫിഷ് ആയിട്ടുള്ള റീസൺസിന് വേണ്ടിയിട്ട് ആ 5 കുട്ടികളെയും യൂസ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഒരിക്കലും ഒരു സാധാരണ കുട്ടിയുടെ പോലെയുള്ള കുട്ടിക്കാലം ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യത്തെ പറ്റിയിട്ട് മൈക്കിൾ ജാക്സൺ പിന്നീട് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ 5ാം വയസ്സിൽ തന്നെ തന്റെ സഹോദരന്മാരോട് കൂടി ചേർന്നിട്ട് ജാക്സൺ 5 എന്ന് പറയുന്ന ബാൻഡില് ഒരുപാട് പ്രോഗ്രാമുകൾ മൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ മൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ ശബ്ദം ലോകം മുഴുവൻ ശ്രദ്ധിക്കാനായിട്ട് ആരംഭിച്ചു. എന്നാൽ മൈക്കിളിനെ വളരെയധികം തളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ വളരെയധികം കഠിനമായിട്ടുള്ള പരിശീലന രീതികളും കുത്തുന്ന വാക്കുകളും ഒക്കെ ആയിരുന്നു. പുറമേ വളരെയധികം കളിച്ചുല്ലസിച്ച് നടന്നിരുന്നുവെങ്കിലും വളരെയധികം ഡീപ്ലി ഉള്ളിൽ ഹേർട്ട് ആയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു മൈക്കിൾ എന്ന് പറയുന്നത്. തനിക്ക് യാതൊരു വിധത്തിലുള്ള ഒപ്പീനിയൻസും പറയാനുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ എന്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസോ അവന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല. ജാക്സൺ 5 എന്ന് പറയുന്ന ഈ ഒരു ബാൻഡ് പ്രശസ്തിയിലേക്ക് കുതിക്കുമ്പോഴും ആ ഒരു പ്രശസ്തിക്ക് പുറകില് മൈക്കിൾ എന്ന് പറയുന്ന കുട്ടിയുടെ ഉള്ളില് വളരെയധികം നീറുന്ന വേദനകൾ തന്നെയായിരുന്നു. ഒരു സാധാരണ കുട്ടിയാവാനായിട്ട് കൊതിച്ചിട്ടുണ്ടായിരുന്ന അവനെ വളരെയധികം ഡീപ്ലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവന്റെ അച്ഛൻ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ബാൻഡാക്കി ആ ഒരു ബാൻഡിനെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ വളരെയധികം പുഞ്ചിരിക്കുന്ന രീതിയിൽ ആളുകളുടെ മുൻപിൽ പെർഫോം ചെയ്യുമ്പോഴും മൈക്കിൾ എന്ന് പറയുന്ന കുട്ടിയുടെ ഉള്ളില് ശൂന്യത തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇത്തരത്തിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയപ്പോൾ മൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ വോയിസ് വളരെയധികം പോപ്പുലർ ആകാനായിട്ട് ആരംഭിക്കുകയും അവൻ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ വരാനായിട്ടും ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ടിട്ട് അവർ സ്വന്തമായിട്ട് മൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി സ്വന്തമായിട്ട് ഓരോ ആൽബംസ് അല്ലെങ്കിൽ ഓരോ മ്യൂസിക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ആൽബംസ് ഇറക്കാനും ഒക്കെ ആയിട്ട് ആരംഭിക്കുകയാണ്. തൻ്റെ അച്ഛനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ജാക്സൺ 5 എന്ന് പറയുന്ന ബാൻഡിൽ നിന്ന് മാറിക്കൊണ്ട് തനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു വലിയ ടോപ്പ് ലെവലിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു മൈക്കിളിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് മൈക്കിള് ഒരുപാട് ആൽബങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ലോക സംഗീത ചരിത്രം തന്നെ മാറ്റി എഴുതിയ ആ ഒരു വർഷം വന്നെത്തുകയാണ്. മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നു. വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് ആ ഒരു ആൽബം പിന്നീട് മാറുകയാണ്. ബില്ലി ജീൻ, ബീറ്റ് ഇറ്റ്, ത്രില്ലർ തുടങ്ങിയിട്ടുള്ള ആൽബങ്ങളാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ യുണീക്ക് ആയിട്ടുള്ള മ്യൂസിക് പോലെ തന്നെയായിരുന്നു തന്റെ ഓരോ മ്യൂസിക് വീഡിയോകളും മൈക്കിൾ ജാക്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രില്ലർ എന്ന് പറയുന്ന തന്റെ ആൽബത്തിന്റെ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന് തുല്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലായിരുന്നു മൈക്കിൾ ജാക്സൺ അന്നത്തെ കാലത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുവരെ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരുന്ന ആളുകൾ വളരെയധികം കൗതുകത്തോടെയും ആശ്ചര്യത്തോടു കൂടിയും ത്രില്ലർ എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തിന്റെ മ്യൂസിക് വീഡിയോയും കൂടി ഏറ്റെടുക്കുകയാണ്. ഇതിനെ തുടർന്നിട്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ മ്യൂസിക്കിനോടുള്ള കഠിനമായിട്ടുള്ള പാഷനും അതിനുവേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും ഒക്കെ മൈക്കിൾ ജാക്സനെ വാനോളം ഉയർത്തുകയും ദശലക്ഷക്കണക്കിന് ആരാധകരെ അയാൾക്ക് സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തന്റെ ആരാധകരെ ഒന്നടങ്കം വിസ്മയിപ്പിച്ചുകൊണ്ട് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഡാൻസ് മൂവുകൾ കൊണ്ടും തന്റെ വളരെയധികം അഡിക്റ്റീവ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കൊണ്ടും മ്യൂസിക് വീഡിയോകൾ കൊണ്ടൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി മാറുകയാണ്. അങ്ങനെ തന്റെ ആരാധകരെയൊക്കെ വലിയ രീതിയിൽ ഷോക്ക് ചെയ്തുകൊണ്ട് തന്റെ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ ചില വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. 1980-കളിൽ തന്റെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലല്ല 2000-കളിൽ ഉണ്ടായിരുന്ന ആളുകൾ മൈക്കിൾ ജാക്സനെ കണ്ടിട്ടുണ്ടായിരുന്നത്. തന്റെ മുഖത്തിലും തന്റെ ശരീരത്തിലും ഒക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആളുകൾക്ക് അനുഭവപ്പെടാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മൈക്കിൾ ജാക്സന്റെ ശരീരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് ഫോൾസ് അലിഗേഷൻസ് മൈക്കിൾ ജാക്സന് നേരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തന്റെ മുഖം തന്നെ മാറ്റിയെടുത്തതാണ് എന്ന് തുടങ്ങി ഒരുപാട് ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു മൈക്കിൾ ജാക്സന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥം ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സന് വിറ്റിലിഗോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ത്വക്ക് രോഗമുണ്ടായിരുന്നു. ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സന്റെ യഥാർത്ഥ കളർ ഒരു ഇരുണ്ട കളറായിരുന്നു എന്നതിനാൽ തന്നെ ഈ ഒരു രോഗം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളിലും ശരീരം ഒട്ടാകെയും തന്നെ വെളുത്ത പാണ്ടുകൾ പടരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തന്റെ ശരീരത്തിൽ വളരെയധികം അഗ്ലി ആയിട്ടുള്ള ഒരു ലുക്കിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ ശരീരം മുഴുവൻ വെളുത്ത ഒരു നിറത്തിലേക്ക് മാറ്റാനായിട്ട് മൈക്കിൾ ജാക്സൺ നിർബന്ധിതനാവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മൈക്കിൾ ജാക്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മീഡിയകൾ ഇതിനെ വളരെയധികം വളച്ചൊടിച്ച് മൈക്കിൾ ജാക്സന്റെ വലിയൊരു അഹങ്കാരമാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ സ്വന്തമായിട്ടുള്ള ഒരു കംഫോർട്ട് എന്നതിലുപരിയായിട്ട് മൈക്കിൾ ജാക്സനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂസുകളായിട്ടായിരുന്നു ഈ ഒരു കേസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1990-കളിൽ മൈക്കിൾ തൻ്റെതായിട്ടുള്ള ഒരു സ്വപ്ന ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ്. നെവർലാൻഡ് റാഞ്ച് എന്നായിരുന്നു ആ ഒരു സ്വപ്ന ലോകത്തിന് മൈക്കിൾ പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ വീട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് മൃഗശാലയും അമ്യൂസ്മെന്റ് പാർക്കുകളും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് മൈക്കിളിൻ്റെതായിട്ടുള്ള ഒരു ലോകം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. എന്നാൽ മൈക്കിളിന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മൈക്കിളിന് മൃഗങ്ങളെയും കുട്ടികളെയും ഒക്കെ വളരെയധികം ഭ്രാന്തമായ രീതിയിലുള്ള സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ മൃഗങ്ങളെയും കുട്ടികളെയും ഒക്കെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. തൻ്റെ വീട്ടിലാണെങ്കിലും കുരങ്ങന്മാര്, ജിറാഫുകളെ തുടങ്ങിയിട്ട് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങളെ മേടിച്ചു വളർത്തുകയും അതുപോലെ തന്നെ തൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളെ ക്ഷണിക്കുകയും കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നൊക്കെ പറയുന്നത് മൈക്കിളിനെ സംബന്ധിച്ച് വളരെയധികം സമാധാനവും ആശ്വാസവും നൽകുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. രോഗബാധിതരായിട്ടുള്ള കുട്ടികളെ തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ വളരെയധികം ആശ്വസിപ്പിക്കുകയും അവരുടെ കൂടെ സമയം ചിലവഴിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് മൈക്കിളിനെ സംബന്ധിച്ച് വളരെയധികം സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് മൈക്കിൾ ജാക്സൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ പിന്നീട് മൈക്കിളിന് നേരെ തന്നെ വലിയൊരു കെണിയായിട്ട് വരുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ കുട്ടികളെ പേഴ്സണൽ സ്പേസിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു എന്ന പേരിൽ ലൈംഗിക ആരോപണങ്ങളായിരുന്നു പിന്നീട് മൈക്കിൾ ജാക്സന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്കിളിനെ വളരെയധികം തളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു അലിഗേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. 2005 ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് മൈക്കിൾ ജാക്സനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കളിയാക്കലുകളും ടോർച്ചറുകളും തൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് അലിഗേഷൻസും ഒരുപാട് ഫോഴ്സ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ശക്തിയുള്ളതായിരുന്നു. ഈ ഒരു കേസ് നടന്നതോട് കൂടിയിട്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ 2009 ലോകം ആഗ്രഹിച്ചതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിൽ ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആൽബം റിലീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 50 ഷോകൾക്ക് മുകളിലായിരുന്നു മൈക്കിൾ ജാക്സന് ചെയ്യാനുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഷോകൾക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള പരിശീലനങ്ങളുടെ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വലിയ രീതിയിലുള്ള തളർച്ച ഉണ്ടാവുകയും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാത്രിയിൽ ഉറക്കമില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ഡ്രഗ്സിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് അദ്ദേഹം
ഉറങ്ങുന്നത്, തൻ്റെ പേഴ്സണൽ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂൺ 25 ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ആ വലിയൊരു വാർത്ത പുറത്തേക്ക് വരികയാണ്. മൈക്കിൾ ജാക്സന്റെ ലോസ് ഏഞ്ചൽസിലെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ മരണപ്പെട്ടതായിട്ട് കണ്ടെത്തി എന്ന് പറയുന്ന വലിയൊരു വാർത്ത. മരണകാരണം എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രൊപ്പഫോൾ എന്ന് പറയുന്ന ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഓവർഡോസ്ഡ് ആയതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനുള്ള കാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഡ്രഗ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറെ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. സാധാരണ നൽകേണ്ട അളവിനേക്കാൾ കൂടുതൽ അന്നത്തെ രാത്രിയിൽ മൈക്കിളിന് ഈ ഒരു ഡ്രഗ് നൽകിയതാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് പിന്നീട് ലോകം മുഴുവൻ അറിയുന്നുണ്ട്. അന്നത്തെ രാത്രിയിൽ അല്ലെങ്കിൽ ആ മൈക്കിൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു രാത്രിയിൽ എന്താണ് ആ ഒരു വീടിനുള്ളിൽ സംഭവിച്ചത് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നും ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ പ്രകാരം മൈക്കിൾ മരിക്കുന്നതിന് തൊട്ട് മുൻപേ വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഭയപ്പെട്ടതായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ട് എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ രാത്രിയിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഡോക്ടർ അശ്രദ്ധമായ രീതിയിൽ പെരുമാറിയത്? അതോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടിയ അളവിൽ ആ ഒരു ഡ്രഗ് ഇഞ്ചക്ട് ചെയ്ത് കൊലപാതക ശ്രമമായിരുന്നു ആ ഒരു മുറിക്കുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നത്? ഇതിനെ പറ്റിയിട്ടുള്ള മിസ്റ്ററികളൊക്കെ ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും മൈക്കിൾ ജാക്സന്റെ മരണത്തിന് കാരണം ഈ ഒരു ഡോക്ടറുടെ അശ്രദ്ധ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ ഹെവി ആയിട്ട് ഈ ഒരു ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തത് തന്നെയാണ് എന്നൊരു കാര്യമൊക്കെ പിന്നീട് പോലീസ് തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. മരണശേഷവും ഒരുപാട് അലിഗേഷൻസ് മൈക്കിൾ ജാക്സന് നേരെ വന്നിട്ടുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടിട്ടില്ല എന്നും തൻ്റെ മരണം ഫേക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് അലിഗേഷൻസ് അദ്ദേഹത്തിന്റെ പേരിൽ വരികയും അതുപോലെ തന്നെ തൻ്റെ ആരാധകര്, അതായത് മൈക്കിൾ ജാക്സന്റെ ആരാധകര് ഇത്തരത്തിലുള്ള അലിഗേഷൻ അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നാണ്. മൈക്കിൾ ജാക്സനെ പോലെ ആവാനായിട്ട് മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓളം, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പോപ്പ് സിംഗർ എന്നുള്ള രീതിയിലാണ് ഇന്നും മൈക്കിൾ ജാക്സനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലത്തിലെ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ടോർച്ചറും തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ബാല്യകാലങ്ങളൊന്നും ലഭിക്കാതിരുന്ന മൈക്കിള് പിന്നീട് തൻ്റെ ശിക്ഷണത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ വളരെ കർശനമായിട്ടുള്ള ശിക്ഷണത്തിൽ വളരേണ്ടി വന്ന മൈക്കിള് പിന്നീട് തുടർന്ന് നല്ല കാലത്തിലേക്ക് എത്തുന്ന സമയത്ത് സൊസൈറ്റി അവനെ മറ്റൊരു രീതിയിൽ ജഡ്ജ് ചെയ്യുകയും അവനെ മരണത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം സൊസൈറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള അലിഗേഷൻസും ഫോഴ്സും തന്നെയാണ് മൈക്കിളിനെ ഡ്രഗ് യൂസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രഗ് യൂസ് എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ട് തനിക്ക് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഡ്രഗിന്റെ സഹായം തേടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റും താൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസും തന്നെയായിരുന്നു. മൈക്കിൾ ജാക്സൺ ഇന്നും ഒരു ഇതിഹാസ രാജാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടലിലേക്ക് തള്ളിവിടുകയും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൈക്കിൾ ജാക്സനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി സീ ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ. Until then, it's me Jaswin from Secret Book, signing off.